ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ബ്രെഡും മുട്ടയും കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എത്ര കഴിച്ചാലും മടുക്കയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 3 സബോളയും ഒരു തക്കാളിയും ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ചെയ്തെടുക്കുന്ന ഈ ഒരു പലഹാരത്തിന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു കൂട്ട് നല്ല ടൈറ്റായിട്ട് കുഴഞ്ഞു കിട്ടുന്ന രീതിയിൽ തയ്യാറാക്കി എടുക്കണം. അതിനാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ എണ്ണയിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പൊടികളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് വെന്ത് കുഴഞ്ഞു വരാനായിട്ട് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല പോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 മിനിറ്റ് സമയം മതിയാവും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരാനായിട്ട്. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ 1 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഈ ഒരു മുട്ടയിലും കൂടെ ആ ഒരു മസാല പിടിച്ച് കിട്ടാനായിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് സമയമായപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് റെഡിയായി കിട്ടി. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പലഹാരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കണം. എന്നിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു അടപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിരി വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ അടപ്പ് വെച്ചിട്ടൊന്ന് അമർത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കി സൈഡൊന്ന് കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്ക് എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള ആ ഒരു ബാക്കി ഭാഗം കളയേണ്ട ആവശ്യമില്ല. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അത് ഈ ഒരു കൂട്ടിന് ആവശ്യമുണ്ട്. ഞാനിവിടെ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇങ്ങനെ നല്ല പോലെ അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിലേക്ക് ആ ഒരു കൂട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് ഈ ബ്രെഡ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടിയാൽ മതി. അതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ ആ ഒരു പൊട്ടിയ ഭാഗമൊക്കെ അടഞ്ഞിരിക്കുകയും ചെയ്യും. അതുപോലെ വേറെ പൊട്ടി പുറത്തു പോകുമൊന്നുമില്ല. ഇപ്പോൾ ഞാനിതാ ഒരെണ്ണം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു നോമ്പ് ടൈമിലും അല്ലാത്തപ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരമാണ്. ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇതങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഒരു പകുതി ഭാഗം മാത്രം മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്കുള്ള ആ ഒരു കണക്കനുസരിച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ ഒരേ ഫ്ലെയിമിൽ തന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. എങ്കിലേ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് സമയത്ത് വേവിക്കണമെന്നില്ല. അത് പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് സമയമാകുമ്പോഴേക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതുപോലെ ഇത് എണ്ണ അധികം കുടിക്കാത്ത ഒരു പലഹാരമാണ്. ഇപ്പോൾ ഞാനിതാ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.
ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫില്ലിങ്സോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.